നമസ്കാരം. രാമന്റെ യാത്രയിലെ വളരെ നിർണായകമായ ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സംഘർഷവും വലിയൊരു നഷ്ടവും അതിലുപരി ഒരു മഹാസഖ്യത്തിന്റെ തുടക്കവുമെല്ലാം നിറഞ്ഞൊരു കാലഘട്ടം. ഈ ഒരു വരിയിൽ തന്നെയുണ്ടല്ലേ ഇനി സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു തീവ്രത, ഒരു ചെറിയ വാഗ്ദാനം. അതെങ്ങനെയാണ് ഒരു ഇതിഹാസത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചതെന്ന് നമുക്ക് വിശദമായിട്ട് കാണാം. അപ്പോ കഥ തുടങ്ങുന്നത് രാമൻ ദണ്ഡകാരണ്യത്തിലെത്തുന്നതോടെയാണ്. അവിടെ അദ്ദേഹം വെറുമൊരു പ്രവാസിയായിരുന്നില്ല, പതിയെ പതിയെ ഒരു രക്ഷകന്റെ രൂപം കൈവരിക്കുകയായിരുന്നു. വനത്തിൽ കയറിയ ഉടനെ തന്നെ രാമൻ തന്റെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. വിരാധൻ എന്ന രാക്ഷസനെ വധിച്ച ശേഷം അദ്ദേഹം മഹാത്മാക്കളായ ഋഷിമാരുമായി കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് അഗസ്ത്യമുനിയിൽ നിന്ന് രാമന് കുറച്ച് ആയുധങ്ങൾ കിട്ടി. അവ വെറും സാധാരണ ആയുധങ്ങളായിരുന്നില്ല. ഇന്ദ്രദേവന്റെ വില്ല്, ഒരിക്കലും തീരാത്ത അസ്ത്രങ്ങളുള്ള ആവനാഴികൾ, ഇതൊക്കെ ശരിക്കും വരാനിരിക്കുന്ന വലിയ യുദ്ധങ്ങൾക്കുള്ളൊരു തയ്യാറെടുപ്പ് പോലെയായിരുന്നു. ആലോചിച്ചു നോക്കൂ, ആ കൊടും വനത്തിൽ സന്യാസിമാരൊക്കെ ജീവിച്ചിരുന്നത് തന്നെ പേടിച്ചാണ്. രാക്ഷസന്മാരുടെ ആക്രമണം കാരണം അവർക്കൊരു സമാധാനവുമില്ലായിരുന്നു. അപ്പോഴാണ് അവർക്ക് മുന്നിൽ രാമൻ ഒരു പ്രതീക്ഷയായി എത്തുന്നത്. അങ്ങനെ തങ്ങളുടെ അവസാന ആശ്രയം എന്ന നിലയിൽ അവർ രാമനോട് സഹായം ചോദിച്ചു. രാമൻ ആ അഭ്യർത്ഥന കേട്ടു. വനവാസിയായിരുന്നിട്ടും ഒരു രാജകുമാരന്റെ ധർമ്മം അദ്ദേഹത്തെക്കൊണ്ട് ആ തീരുമാനമെടുപ്പിച്ചു. ദണ്ഡകാരണ്യത്തിലെ ഋഷിമാരെ സംരക്ഷിക്കാമെന്ന് അദ്ദേഹം വാക്കു നൽകി. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു ആ ഒരൊറ്റ വാക്ക് എത്ര വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴിവെക്കുക എന്ന്. അപ്പോ രാമൻ കൊടുത്ത ആ വാക്ക് എങ്ങനെയാണ് ഒരു വലിയ പ്രശ്നത്തിന് തുടക്കമിട്ടതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഒരു ചെറിയ തീപ്പൊരി ഒരു കാട്ടുതീയായി മാറുന്നത് പോലെയായിരുന്നു അത്. ഈ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാക്കുന്നത് ശൂർപ്പണഖ എന്ന രാക്ഷസിയാണ്. ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ കഴിവുള്ള അവൾ രാമലക്ഷ്മണന്മാരാൽ അപമാനിക്കപ്പെട്ടപ്പോൾ നേരെ പോയത് തന്റെ സഹോദരന്മാരുടെ അടുത്തേക്കാണ്. അവളുടെ പ്രതികാരത്തിനായുള്ള ആഹ്വാനമാണ് ഒരു വലിയ യുദ്ധത്തിന് തിരികൊളുത്തിയത്. ശൂർപ്പണഖയുടെ വാക്കുകേട്ട് ഖരനും ത്രിശിരസ്സും ദൂഷണനും അടങ്ങുന്ന ഒരു ഭീമൻ രാക്ഷസപ്പട തന്നെ രാമനെതിരെ വന്നു. പക്ഷെ രാമൻ ഒറ്റയ്ക്കായിരുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, ഒറ്റയ്ക്ക് ഒരു സൈന്യത്തെ നേരിടുന്നു. അദ്ദേഹത്തിന്റെ അസാമാന്യമായ പോരാട്ടം കൊണ്ട് ജനസ്ഥാനം ശരിക്കും ഒരു യുദ്ധക്കളമായി മാറി. ആ യുദ്ധത്തിന്റെ അവസാനം എന്താ സംഭവിച്ചതെന്നറിയോ? 14,000, അതെ 14,000 രാക്ഷസന്മാരെയാണ് രാമൻ അവിടെ ഒറ്റയ്ക്കില്ലാതാക്കിയത്. ഈ ഒരൊറ്റ സംഖ്യ മതി ആ പോരാട്ടത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ. ഈ വാർത്ത ലങ്കയിലെ രാക്ഷസരാജാവായ രാവണന്റെ ചെവിയിലെത്തിയപ്പോൾ സ്വാഭാവികമായും അവന്റെ ദേഷ്യം ആളിക്കത്തി. അവൻ മാരീചനോട് ഉപദേശം ചോദിച്ചു. മാരീചൻ കൃത്യമായി മുന്നറിയിപ്പ് നൽകി, വേണ്ട, രാമനോട് കളിക്കരുത്, അത് ആപത്താണെന്ന്. പക്ഷേ അഹങ്കാരവും പ്രതികാരവും രാവണന്റെ കണ്ണ് മഞ്ഞളിപ്പിച്ചിരുന്നു. എല്ലാ ഉപദേശങ്ങളെയും അവഗണിച്ച് വിധി നയിച്ച വഴിയെ അവൻ പ്രതികാരത്തിനായി പുറപ്പെട്ടു. രാവണന്റെ ആ ഒരു തീർമാനം, അത് രാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിനാണ് വഴിവെച്ചത്. ഇവിടെ വെച്ച് കഥയുടെ ഗതി മൊത്തത്തിലാണ് മാറുകയാണ്. രാവണന്റെ പ്ലാൻ വളരെ തന്ത്രപരമായിരുന്നു. ആദ്യം മാരീചനെ ഒരു സ്വർണമാനായി അയച്ച് രാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്നും ദൂരേക്ക് കൊണ്ടുപോയി. ആ തക്കം നോക്കി രാവണൻ വന്ന് സീതയെ തട്ടിയെടുത്തു. ഇതിനിടയിൽ ജടായുന്നൊരു പക്ഷിരാജൻ ഇത് തടയാൻ നോക്കി. പക്ഷെ രാവണൻ അദ്ദേഹത്തെയും ക്രൂരമായി ആക്രമിച്ചു വീഴ്ത്തി. എല്ലാം കണ്ണിമ വെട്ടുന്ന വേഗത്തിലായിരുന്നു. തിരിച്ചുവന്ന രാമൻ കാണുന്നത് മരണത്തോട് മല്ലിടുന്ന ജടായുവിനെയാണ്. അദ്ദേഹത്തിൽ നിന്നാണ് ആ ഹൃദയം തകരുന്ന വാർത്ത രാമൻ അറിയുന്നത്. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. ആ ഒരു നിമിഷം രാമൻ ഒരു ദൈവാവതാരമായിരുന്നില്ല. തന്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ട, ഹൃദയം തകർന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ആ ദുഃഖം താങ്ങാനാവാതെ അദ്ദേഹം കരഞ്ഞു തളർന്നുപോയി. അപ്പോ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു താഴ്ചയിൽ നിന്ന് രാമൻ എങ്ങനെയാണ് തിരികെ വന്നത്? ആ നിരാശയിൽ നിന്ന് ഒരു പുതിയ പ്രതീക്ഷയുടെ വഴി എങ്ങനെയാണ് തുറന്നത്? നമുക്ക് നോക്കാം. ഇതൊരു വലിയ ചോദ്യമാണ്, അല്ലേ? എല്ലാം നഷ്ടപ്പെടുമ്പോൾ ഒരാൾക്ക് എങ്ങനെ പ്രതീക്ഷ കണ്ടെത്താൻ കഴിയും? പക്ഷേ തകർന്ന തരിപ്പണമായി വനത്തിലൂടെ അലഞ്ഞ രാമന് സഹായമെത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയായിരുന്നു. ഓരോ കൂടിക്കാഴ്ചയും രാമനെ ലക്ഷ്യത്തിലേക്ക് ഓരോ പടി അടുപ്പിച്ചു. മരിക്കുന്നതിനു മുൻപ് ജടായു പറഞ്ഞു രാമനാണ് ശത്രുവെന്ന്. പിന്നീട് രാമൻ മോക്ഷം കൊടുത്ത കബന്ധൻ എന്ന രാക്ഷസൻ ശബരി എന്ന താപസിയുടെ അടുത്തേക്ക് വഴി കാണിച്ചു. ശബരിയാകട്ടെ പമ്പാ തീരത്ത് സുഗ്രീവനെ കാണാൻ സഹായിക്കുന്ന ഹനുമാനെപ്പറ്റി പറഞ്ഞു. അങ്ങനെ ഓരോ കണ്ണികൾ കൃത്യമായി ചേർന്നു വരികയായിരുന്നു.
അങ്ങനെ ഹനുമാനാണ് രാമനെ വാനരരാജാവായ സുഗ്രീവന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. രണ്ടുപേർക്കും അവരുടേതായ സങ്കടങ്ങളുണ്ടായിരുന്നു, പങ്കുവയ്ക്കാൻ ഓരോ കഥകളുണ്ടായിരുന്നു. രാമൻ തന്റെ കഥ മുഴുവൻ സുഗ്രീവനോട് പറഞ്ഞു. അത് കേട്ടപ്പോ സുഗ്രീവന് രാമനെ സഹായിക്കണമെന്ന് തോന്നി. അങ്ങനെ അവർ തമ്മിലൊരു സൗഹൃദ ഉടമ്പടിയുണ്ടാക്കി. അങ്ങനെ അഗ്നിയെ സാക്ഷിയാക്കി ആ ചരിത്രപരമായ സഖ്യം രൂപപ്പെട്ടു. രാമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തിയുടെ തുടക്കമായി മാറുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഈ ഒരു സഖ്യമാണ് പിന്നീട് രാമായണത്തിന്റെ തന്നെ ഗതി മാറ്റി എഴുതുന്നത്.